നമസ്കാരം. വളരെ ആഹ്ലാദം നിറഞ്ഞ നിമിഷങ്ങളാണിത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത്, ഒരു പക്ഷേ 10 വയസ്സ് താഴെയാണെങ്കിലും രമേശ് നാരായണൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ആദ്യം പാട്ട് കേട്ടിരുന്ന അന്നത്തെ കാലത്ത് ഗ്രാമഫോൺ റെക്കോർഡിലാണ്. മാസ്റ്റേഴ്സ് വോയിസ്. ഇന്നലെ വീട്ടിലുണ്ടായിരുന്നു, റെക്കോർഡ്സ് ഇഷ്ടം പോലെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പുതിയ സിസ്റ്റം വരുമ്പോൾ ഒന്നും വേണ്ട, നമുക്ക് മൊബൈലിലൂടെ തന്നെ പാട്ടുകൾ കേൾക്കാൻ പറ്റും. ആ രീതിയിൽ ശാസ്ത്രം പുരോഗമിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ അന്ന് വാക്സിലാണ്, മെഴുകിലാണ് ഗ്രാമഫോൺ റെക്കോർഡുകൾ നിർമ്മിച്ചിരുന്നത്. ഇപ്പോൾ ഒരു പുതിയ ഇത് വിനയിൽ എന്ന മാറ്ററിൽ നിർമ്മിച്ചുകൊണ്ട് പഴയ നല്ല മലയാള ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും സംഗീതപ്രേമികളായ ശ്രോതാക്കളുടെ അടുത്ത് എത്തിക്കാനുള്ളൊരു ഉദ്യമം അനിൽ രാജ് തുടങ്ങി വച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് 3 സിനിമകളുടെ ഞാൻ സംവിധാനം ചെയ്ത ഒരു മെയ് മാസപ്പുലരിയിൽ ഭാസ്കർ മാസ്റ്റർ ഗാനരചന നിർവഹിച്ച് രവീന്ദ്രൻ മാസ്റ്റർ കമ്പോസ് ചെയ്ത ഒരു മെയ് മാസപ്പുലരിയിൽ, പിന്നെ സവിധം അത് കൈതപ്രം രചിച്ച് ജോൺസൺ ഈണം നൽകിയ പാട്ടുകൾ, പിന്നെ ഒരു മിന്നാമിനുങ്ങിൻ്റെ ഉറങ്ങുവട്ടം, അത് ONV കുറുപ്പ് എഴുതി ജോൺസൺ മാസ്റ്റർ സംഗീത സംവിധാനം നിർവഹിച്ച ഈ 3 സിനിമകളുടെ ഗാനങ്ങൾ ഒന്നിച്ച് ഒരു വിനയൽ റെക്കോർഡായിട്ട് പുറത്തിറങ്ങാൻ പോവുകയാണ്. ആ കർമ്മമാണ് ഇവിടെ വെച്ചിട്ട് ഈ രവീന്ദ്രൻ മാസ്റ്ററുടെയും പിൻഗാമിയാണെങ്കിൽ തന്നെ മലയാള സിനിമയിൽ സ്വന്തമായ ഒരു ഇരിപ്പിടം സംഗീത സംവിധായകൻ എന്ന നിലയ്ക്കും ഗായകൻ എന്ന നിലയ്ക്കും ഇരിപ്പിടം ഉറപ്പിച്ചു വെച്ച രമേശ് നാരായണനും ഗായികമാരായ 2 പെൺമക്കൾ മധുശ്രീയും മധുവന്തിയും അവർക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കുകയാണ് ഞങ്ങളുടെ എല്ലാ അനുഭവത്തോടും. എൻ്റെ പഴയ കാലത്തുള്ള ഭയങ്കര ഓർമ്മ, എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഡിസ്കുകൾ നമ്മളോട് കളിക്കുകയായിരുന്നു. ഇതുപോലെ പഴയ ഒരു കാര്യം, ഈ ഡിസ്ക് ഇല്ലാത്ത ഒരു കാലം കേട്ടോ. റേഡിയോ വന്നതിന് ശേഷം ഇതിൻ്റെ വീട്ടിൽ വലിയ സിസ്റ്റമായിരുന്നു. പക്ഷേ ആ പഴയ ഓർമ്മ എൻ്റെ 64-ാമത്തെ വയസ്സിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇന്നത് നന്ദി പറയേണ്ട അനിൽ രാജിനോട്. അനിൽ രാജിന് വലിയ നന്ദി, ഒരു കൈ തന്നെ കൊടുക്കാം. ആൾ ദി ബെസ്റ്റ്, നന്നായിരിക്കട്ടെ. കാര്യം ഇങ്ങനൊരു ചിന്ത മനസ്സിൽ വന്നതിലേ അത് വലിയൊരു സംഭവമാണ്. അങ്ങനെ ഒരു തോട്ട്സ് വരികയാണ്, പിന്നെ ഇതുപോലെ എല്ലാവരിലും എത്തുകയാണ്. ഇതൊരു വലിയ ക്വാളിറ്റി. ഇത് സ്വല്പം അദ്ദേഹം അയച്ചെന്ന് ഞാൻ കേൾക്കാനിടയായി. വളരെ മനോഹരമായിരിക്കുന്നു ക്വാളിറ്റി. അത് ഏറ്റവും വലിയ കാര്യം. രവിയേട്ടൻ്റെ 2 പേരും ജോൺസൺ മാഷൊക്കെ അതിലേറെ. എന്തായാലും വളരെ സന്തോഷം. അത് മാത്രമല്ല, എൻ്റെ സ്റ്റുഡിയോയിൽ വെച്ച് എനിക്കിത് ബിക്കോസ് ഓഫ് BRG സാബ് എൻ്റെ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഡോക്യുമെൻ്ററിക്ക് ചെയ്യാൻ വേണ്ടി എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നതും ഇദ്ദേഹം ത്രൂവാണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു അതിൻ്റെ അന്ന് റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. ലൈവ് ഇൻസ്ട്രുമെന്റ്സ്, ലൈവ് മ്യൂസിഷ്യൻസ്. എല്ലാവരും ഇത് പറയാറില്ല, രമേശ് ജി അത് പറയുന്നു, അത് തന്നെ വലിയ കാര്യമല്ലേ. അല്ല, പിന്നീട് പൂത്തിരുവാതിരാവിൽ എന്നുള്ള സിനിമയ്ക്ക് ഞാൻ വർക്ക് ചെയ്തില്ല. പശ്ചാത്തല സംഗീതം MG രാധാകൃഷ്ണൻ മ്യൂസിക് 2 പാട്ട് കമ്പോസ് ചെയ്തു. അതെ. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് മൂവി ദേവസ്പർശത്തില് പാടി അഭിനയിച്ചു, പാടി സംഗീതം നൽകി അഭിനയിച്ചു.